നമസ്കാരം, ഞാൻ സ്റ്റീവ് ജഡ്സൺ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2024-25 അധ്യയന വർഷത്തിൽ നമ്മുടെ സ്കൂളിൽ നടന്ന അക്കാദമിക, അനക്കാദമിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാലോ? ജൂൺ മാസത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ. ഈ വർഷത്തെ പ്രവേശനോത്സവം ജൂൺ 3-നായിരുന്നു. നവാഗതരെ എല്ലാവരും ചേർന്ന് സ്വാഗതം ചെയ്തു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി. സുഗതകുമാരി ടീച്ചറുടെ കവിത അന്വർത്ഥമാക്കിക്കൊണ്ട് പരിസ്ഥിതി ദിനത്തിൽ MP ശ്രീ A റഹീം തൈ നടുകയും വീടുകളിൽ തൈ നടുന്നതിനായി കൊടുത്തുവിടുകയും ചെയ്തു. സ്കൂളിൻ്റെ 70ാം പിറന്നാൾ മധുരം കഴിച്ചും പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ കൊണ്ടും ഗംഭീരമാക്കി. സ്കൂളിൽ എത്താൻ സാധിക്കാത്ത പ്രിയ കൂട്ടുകാരി പിറന്നാൾ ദിവസം സ്കൂളിൽ എത്തുകയും കൂട്ടുകാരിൽ നിന്ന് സ്നേഹസമ്മാനം ഏറ്റുവാങ്ങുകയും ചെയ്തു. ശ്രീ PN പണിക്കരുടെ ഓർമ്മ ദിനമായ ജൂൺ 19 മുതൽ ഒരാഴ്ചക്കാലം വായനയുടെ പ്രാധാന്യം കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിനായി പ്രൊഫസർ അംബിക, ശ്രീ പ്രീത്, ശ്രീ PK സന്തോഷ്, ശ്രീമതി ബിന്ദു KV, ശ്രീമതി കൃപ പ്രകാശ്, ശ്രീമതി ബിജിനി, ശ്രീമതി പിങ്കി വിനോദ് എന്നിവർ എത്തിച്ചേർന്നു. ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ വായിച്ചും മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിനുമായി ജൂൺ 20 മുതൽ സ്കൂളിൽ വാർത്താലോകം ആരംഭിച്ചു. തിരക്കും മത്സരവും വ്യാകുലതയും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കുന്നതിൽ യോഗ വഹിക്കുന്ന പങ്ക് എത്രത്തോളം വലുതാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തു. ലഹരിയുടെ ദോഷത്തെക്കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനായി ലഹരി വിരുദ്ധ പ്ലക്കാർഡ് നിർമ്മാണം, മോക്ക് ഡാൻസ് എന്നിവ സംഘടിപ്പിക്കുകയുണ്ടായി. സ്കൂളിലെ പ്രവർത്തനങ്ങൾ, കുട്ടിയുടെ പഠനം, പെരുമാറ്റം എന്നിവ അധ്യാപകരും രക്ഷിതാക്കളും പരസ്പരം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനായി ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് PTA സംഘടിപ്പിക്കാറുണ്ട്. ഞാൻ ഗൗരി നന്ദന, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ജൂലൈ മാസത്തെ പ്രധാന വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥനായ AEO ശ്രീ രാജേഷ് ബാബു സ്കൂൾ സന്ദർശിക്കുകയും കുട്ടികളുമായി സംവദിക്കുകയും ചെയ്തു. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനമായ ജൂലൈ 5-ന് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത കഥാപാത്രങ്ങളായി കുട്ടികൾ വേഷമിടുകയും കഥകൾ സ്കിറ്റായി അവതരിപ്പിക്കുകയും ചെയ്തു. ഈ വർഷത്തെ പൊതുയോഗം ജൂലൈ 13-നായിരുന്നു. പുതിയ ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കാണ് ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. കുട്ടികൾ റോക്കറ്റ് നിർമ്മിച്ചും പതിപ്പ് തയ്യാറാക്കിയും ഈ ദിനം അവിസ്മരണീയമാക്കി. ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ജൂലൈ 24-ന് നടന്നു. പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസേഴ്സ് എല്ലാം കുട്ടികൾ തന്നെയായിരുന്നു. ജൂലൈ 26-ന് സ്കൂൾ ലീഡറായി തെരഞ്ഞെടുത്ത സ്റ്റീവ് ജഡ്സണും ഡെപ്യൂട്ടി ലീഡറായി തെരഞ്ഞെടുത്ത ഗൗരി നന്ദനയും സത്യപ്രതിജ്ഞ ചെയ്തു. ഗീതാഞ്ജലി ആശുപത്രിയിൽ നിന്നും നേത്രകേൾവി പരിശോധന ക്യാമ്പ് നടത്തുന്നതിനായി ആശുപത്രി അധികൃതർ എത്തുകയും കുട്ടികളെ പരിശോധിക്കുകയും ചെയ്തു. ഗുരു എന്ന 2 അക്ഷരത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കി സ്കൂൾ അധികൃതരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് ഗുരുവന്ദനം നടത്തുകയുണ്ടായി. അതിൻ്റെ ആലോചനാ യോഗം ജൂണിൽ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഹിന്ദി കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ പ്രേംചന്ദിൻ്റെ ജയന്തി ഗംഭീരമായി ആഘോഷിച്ചു. ഞാൻ അഭിജിത്ത് ആറാം, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ സ്കൂളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. സ്കൂൾ തല സ്പോർട്സ് ഓഗസ്റ്റ് 2-ന് തൈക്കാട് പോലീസ് ഗ്രൗണ്ടിൽ നടന്നു. 4 ഹൗസിൻ്റെയും മാർച്ച് പാസ്റ്റോടെ കായിക മത്സരങ്ങൾ ആരംഭിച്ചു. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു നാളെയെ പ്രതീക്ഷിച്ചുകൊണ്ട് സേ നോ ടു വാർ എന്ന മുദ്രാവാക്യവുമായി ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നടത്തിയ ഘോഷയാത്ര വളരെ ശ്രദ്ധേയമായിരുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പതാക നിർമ്മിച്ചു. വിവിധ കലാപരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ഗംഭീരമാക്കി. സംസ്കൃത ദിനത്തിൽ സംസ്കൃത ഭാഷയിൽ അസംബ്ലി നടത്തുകയുണ്ടായി. നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേയുടെ ഭാഗമായി 3-6 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി വിവിധ ഘട്ടങ്ങളിലായി നാസ് പരീക്ഷ നടത്തി. ഓഗസ്റ്റ് 25-ന് 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി സ്കൂൾ തല എക്സിബിഷൻ സംഘടിപ്പിച്ചു. ഭൂരിഭാഗം കുട്ടികളും എക്സിബിഷനിൽ പങ്കെടുത്തു. ഞാൻ സാധിക, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ദേശീയോത്സവമായ ഓണം ഈ വർഷം സെപ്റ്റംബറിലായിരുന്നു. സെപ്റ്റംബർ മാസത്തിലെ മറ്റു വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നമ്മൾ അധ്യാപക ദിനം ഗംഭീരമായി ആഘോഷിച്ചു.
ഹെഡ്മാസ്റ്റർ സ്ഥാനം അലങ്കരിക്കാനുള്ള ഭാഗ്യം 7ാം ക്ലാസ്സിലെ അഭിജിത്ത് ആറമ്മിനാണ് ലഭിച്ചത്. 1 മുതൽ 6 വരെ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാനായി 7ാം ക്ലാസ്സിലെ കുട്ടികൾ എത്തിയിരുന്നു. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു ഓണക്കാലമായിരുന്നു ഈ വർഷവും. അത്തപ്പൂവിട്ടും ഉറിയടിച്ചും സദ്യ കഴിച്ചും പായസം കുടിച്ചും ഓണം കെങ്കേമമാക്കി. ഓരോ ഓണവും പുതിയ പ്രതീക്ഷകളാണ് നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. സെപ്റ്റംബർ 23, 24 തീയതികളിലായി സ്കൂൾ തല കലോത്സവം നടക്കുകയുണ്ടായി. ഞാൻ ഫറാസ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒക്ടോബർ മാസത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആഘോഷിച്ചു. ഓരോ ക്ലാസ്സുകാരും ഗാന്ധി കഥകൾ സ്കിറ്റ് രൂപത്തിൽ അവതരിപ്പിച്ചു. ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് സ്റ്റാമ്പ്, പോസ്റ്റ് കാർഡ്, എൻവലപ്പ്, ഒഫീഷ്യൽ എൻവലപ്പ്, ഇൻലൻഡ്, സേവിങ്സ് ബുക്ക്, പോസ്റ്റ് ബോക്സ് എന്നിവ ഓരോ ക്ലാസ്സുകാരും തയ്യാറാക്കി. വളരെ വ്യത്യസ്തവും പുതുമയേറിയതുമായ ഒരു പ്രവർത്തനമായിരുന്നു അത്. കത്തുകൾ പോസ്റ്റ് ഓഫീസ് വഴി പരസ്പരം കൈമാറുകയും ചെയ്തു. സബ് ജില്ലാ തലത്തിൽ ശാസ്ത്രമേളയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും സ്കൂളിൽ അനുമോദിച്ചു. 70 ചെമ്പരത്തി സ്കൂൾ അങ്കണത്തിൽ അക്കാഡമിക് കൗൺസിൽ അംഗങ്ങളും PTA അംഗങ്ങളും കുട്ടികളും ചേർന്ന് നടുകയുണ്ടായി. LP തലത്തിലെ കുട്ടികൾ വിനോദയാത്രയ്ക്കായി വേളിയിലും മടവൂർ പാറയിലും പോവുകയുണ്ടായി. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നവംബർ മാസത്തിലെ ആക്ടിവിറ്റികളൊന്നും കണ്ടാലോ? 4 ഹൗസിലെ കുട്ടികളും അക്കാഡമിക് കൗൺസിൽ അംഗങ്ങളും അധ്യാപകരും ചേർന്ന് 14 ജില്ലകൾ നറുക്കിട്ടെടുത്ത് കിട്ടിയ ജില്ലകളുടെ അവതരണം കേരളപ്പിറവി ദിനത്തിൽ നടത്തുകയും ചെയ്തു. ഈ പ്രവർത്തനത്തിലൂടെ ജില്ലകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ കുട്ടികൾക്ക് സാധിച്ചു. ശിശുക്ഷേമ സമിതിയിൽ നടത്തിയ മത്സരങ്ങളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുത്ത് സമ്മാനം കരസ്ഥമാക്കി. സബ് ജില്ലാ തലത്തിൽ കലോത്സവത്തിന് പങ്കെടുത്ത എല്ലാ കുട്ടികളെയും സ്കൂളിൽ ആദരിച്ചു. നമ്മുടെ സ്കൂളിൻ്റെ നാടകം ജില്ലാതലത്തിൽ അവതരിപ്പിക്കാനുള്ള അവസരവും നമുക്ക് ലഭിച്ചു. സംസ്കൃതോത്സവത്തിന് ഓവറോൾ സെക്കൻഡ് ലഭിക്കുകയും ചെയ്തു. നവംബർ 14 ശിശുദിനത്തിന് നെഹ്റു, ഗാന്ധി എന്നിങ്ങനെ വ്യത്യസ്ത വേഷങ്ങൾ ധരിച്ച് കുട്ടികൾ സ്കൂളിലെത്തുകയും സ്കൂൾ അങ്കണത്തിൽ റാലി സംഘടിപ്പിക്കുകയും ചെയ്തു. എൻ്റെ പേര് വൈഷ്ണവി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഡിസംബർ മാസത്തെ പ്രവർത്തനങ്ങളൊന്ന് കണ്ടാലോ? ഈ വർഷവും ലോക ഭിന്നശേഷി ദിനം വിപുലമായി ആചരിച്ചു. കുട്ടികളുടെ കലാവിരുന്ന് ഏറെ ശ്രദ്ധേയമായിരുന്നു. കുട്ടികൾക്ക് സമ്മാനപ്പൊതിയുമായി ഇന്നർവീൽ ക്ലബ് അംഗങ്ങൾ എത്തിയിരുന്നു. സപ്തതി വർഷത്തിൽ സമ്മാന പെരുമഴയായി പൂർവ്വ വിദ്യാർത്ഥികൾ. ശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട് 5ാം ക്ലാസ്സിലെ കുട്ടികൾ VSSC സന്ദർശനത്തിനായി പോയി. 7ാം ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിച്ച വളരെ ആകർഷണീയമായ ടാബ്ലോയോടുകൂടിയായിരുന്നു ക്രിസ്മസ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. മാനവീയം വീതി ശിശുവിഹാർ സ്കൂളിലെ കുട്ടികളുടെ മികവാർന്ന ക്ലാസ് പ്രവർത്തനങ്ങളാൽ ഉത്സവത്തിളക്കമായി. ഈ പരിപാടി അക്ഷരാർത്ഥത്തിൽ ജനഹൃദയം കീഴടക്കി. എൻ്റെ പേര് ബിലാൽ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ജനുവരി മാസത്തിൽ നടന്ന ആക്ടിവിറ്റികൾ ഒന്ന് നോക്കൂ. UP കുട്ടികൾക്കായുള്ള വിനോദയാത്ര ഈ വർഷം വാഗമണിലേക്കായിരുന്നു. വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് ജനുവരി 21 നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ നാടകം, ഭജന, സംസ്കൃതം സ്കിറ്റ് എന്നിവ രാമകൃഷ്ണ ശാരദ മിഷൻ ആശ്രമത്തിൽ നടത്തുകയുണ്ടായി. മനസ്സിന് കുളിർമയേകുന്ന പരിപാടികളായിരുന്നു അവ. സപ്തതി വർഷത്തോടനുബന്ധിച്ച് അക്ഷരമിത്രം 2025 എന്ന പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. ജില്ലയിലെ നഴ്സറി, LP, UP വിഭാഗത്തിലെ എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. നഴ്സറി, LP വിഭാഗക്കാർക്കായി ചിത്രരചനാ മത്സരവും UP ക്ലാസുകൾക്കായി ക്വിസും ഉപന്യാസ രചനയുമാണ് നടത്തിയത്. ധാരാളം കുട്ടികൾ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥികളായ ശ്രീ വിനോദ് K. ശ്രീധർ, ശ്രീ GV ശ്രീകുമാർ എന്നിവരാണ് ഇതിന് സമ്മാനം നൽകിയത്. റിപ്പബ്ലിക് ദിനം കുട്ടികളുടെ കലാപരിപാടികളോടെ ആഘോഷിച്ചു. ഗാന്ധിജിയുടെ ഓർമ്മ ദിനമായ ജനുവരി 30 സർവമത പ്രാർത്ഥനയോടെ പരിപാടികൾ ആരംഭിച്ചു. 1 മിനിറ്റ് മൗനം ആചരിക്കുകയും പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. ഇതിനോടനുബന്ധിച്ച് ക്വിസ് നടത്തുകയും ചെയ്തു. ഞാൻ തേജസ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഫെബ്രുവരി മാസത്തെ പ്രവർത്തനങ്ങൾ ഒന്ന് കാണാം. നാടാകെ വേനൽ ചൂടാൽ വലയുന്ന ഈ വേളയിൽ സഹജീവികൾക്ക് ദാഹജലം നൽകുന്നതിനായി ദയാമയി ഫൗണ്ടേഷൻ 2 പാത്രങ്ങൾ നൽകിയത് വളരെ ഉപകാരപ്രദമായിരുന്നു.
കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമാണ് ഭക്ഷ്യദിനം. ഈ വർഷവും അത് മനോഹരമായി നടത്താൻ സാധിച്ചു. എല്ലാ വർഷവും പോലെ വിജയദിനം ഗംഭീരമായി ആഘോഷിച്ചു. സമ്മാനം നൽകുന്നതിനായി പൂർവ്വ വിദ്യാർത്ഥി ശ്രീമതി ജയശ്രീ എത്തിയിരുന്നു.